അപ്പം മനു ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുന്നതായിട്ട് പറഞ്ഞു. അപ്പം അത് തന്നെ ആകട്ടെ തുടക്കം. അതിങ്ങനെ ഒരു പ്രാരംഭഘട്ടത്തിലേ ആയിട്ടേ ഉള്ളൂ. നമ്മുടെ തമിഴിലെ അർജുൻ സാറിനും മനോജ് കെ ജയൻ, ദിലീഷ് പോത്തൻ, അങ്ങനെയൊക്കെ അവരെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. കഥ ആരാണ്? കഥ നമ്മുടെ ഫയർമാൻ എന്ന് പറഞ്ഞ സിനിമ എഴുതിയില്ലേ, GV രഞ്ജിത്ത്, അദ്ദേഹമാണ് സ്ക്രിപ്റ്റ് എഴുതുന്നത്. ദൈവത്തിൻ്റെ കൃപ, അത്രേ ഉള്ളൂ. ഭയങ്കര ഈശ്വരവിശ്വാസിയാണല്ലോ പണ്ട്. എനിക്ക് പെട്ടെന്ന് പിന്നെ കാണുമ്പോഴത്തേക്ക് രഞ്ജി പണിക്കരുടെ ഒരു മുഖച്ഛായ എവിടൊക്കെയോ തോന്നുന്നുണ്ട്. പണ്ട് ഒരുപാട് തടിയുണ്ടായിരുന്നു, ഇപ്പം വളരെ ട്രിമ്മായിട്ട് എന്താണ് ഒരു സ്ലിം ബ്യൂട്ടി ആയിട്ട് മാറിയിരിക്കുന്നത്. എങ്ങനെയാണ് ഈ സിനിമയിലോട്ട് രംഗപ്രവേശം ചെയ്തത്? ഞാൻ എൻ്റെ 20ാമത്തെ വയസ്സിലാണ് ആദ്യത്തെ പടം ചെയ്യുന്നത്. അതിലുള്ള ഭാഗ്യം കിട്ടിയതെന്ന് പറഞ്ഞാൽ സുഖുവേട്ടൻ്റെ കൂടെയൊക്കെയാണ് അഭിനയിച്ചത്. അന്ന് ഇന്ദ്രജിത്തും പൃഥ്വിരാജും ഒക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പോലീസ് ഡയറി എന്ന് പറഞ്ഞൊരു സിനിമയിലാണ് ഞാൻ നായകനായിട്ട് ആദ്യം അഭിനയിക്കുന്നത്. അതിനു മുമ്പ് KM ചേട്ടനാണ് എൻ്റെ മുഖത്ത് ആദ്യമായിട്ട് ക്യാമറ വയ്ക്കുന്നത്. അധിപൻ എന്ന് പറഞ്ഞ സിനിമ. അപ്പം അന്ന് അതിൽ പക്ഷേ ഒരു 2 ഷോട്ടിലങ്ങ് ഒതുങ്ങിപ്പോയി. കാരണം അന്ന് ലാലേട്ടൻ അത് കുറച്ച് സീൻസ് ഡബ് ചെയ്യാതെ, അതിനുശേഷമാണ് എനിക്ക് തോന്നുന്നു ലാൽ അമേരിക്കയിൽ എന്ന് പറഞ്ഞ പടം, അതിന് വേണ്ടിയിട്ട് അമേരിക്കയിൽ പോയിട്ട് കുറച്ച് സീൻസ് ഡബ് ചെയ്യാതെ പോയി. അപ്പോൾ ആദ്യം ഞാൻ അഭിനയിച്ച പടം അതാണ്. പക്ഷെ ആദ്യം റിലീസ് ചെയ്യുന്ന പടം അപൂർവം ചിലർ എന്ന് പറഞ്ഞ് കലാധരൻ്റെ, അടൂർ കലാധരൻ്റെ ആദ്യത്തെ പടം. അതിൽ ഇന്നസെൻ്റ് ഏട്ടൻ്റെയും ലളിത ചേച്ചിയുടെയും മൂത്ത മകനായിട്ട് പാർവതിയുടെ ചേട്ടനായിട്ട് അഭിനയിക്കുന്നു. അതിലൊരു വില്ലൻ ക്യാരക്ടർ. ആ സിനിമയിലാണ് അമ്പിളിച്ചേട്ടൻ മീൻസ് ജഗതിച്ചേട്ടൻ ചിരിക്കുകയും ചെയ്തിട്ടില്ല, ചിരിപ്പിക്കുകയും ചെയ്തിട്ടില്ല. സംസ്ഥാന അവാർഡ് കിട്ടിയതാ. ജഗന്നാഥവർമ്മ സാർ ഒരുപാട് ഓർമ്മകളാണ്. കാരണം പല സ്ഥലത്ത് വെച്ച് കാണുമ്പോഴും എന്നെ വളരെ ലാളനയോടെ എന്നെ വിളിച്ചിട്ട് അവൻ്റെ പാട്ട് വളരെ നന്നായിരുന്നു ഈ പടത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ മാക്സിമം പ്രോത്സാഹിപ്പിക്കും. പക്ഷെ ഞാൻ കേട്ടു അദ്ദേഹം വീട്ടിൽ വളരെ സ്ട്രിക്റ്റ് ആണെന്ന്. അദ്ദേഹം പോലീസിലായിരുന്നു, ഇവിടെ പോലീസ് ട്രെയിനിങ് കോളേജിൽ ആയിരുന്നു. സത്യമാണോ? വീട്ടിൽ സ്ട്രിക്റ്റ് ആണോ? വീട്ടിൽ സർവീസിലിരുന്ന കാലത്ത് ഞാനിപ്പോഴും എൻ്റെ മോനോടൊക്കെ പറയാറുണ്ട്, ഞാൻ പ്രീ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നവരെ പോലീസ് ബാർബറാണ് എൻ്റെ മുടി വെട്ടിയിരുന്നത്. എന്നുവെച്ചാൽ ഇവിടെ മറ്റേ പോലീസുകാർക്ക് എടുക്കുന്ന പോലെ മഡ്ഗാർഡ് എടുക്കുന്നില്ലേ, അതുപോലെ മുടി വെട്ടിയിട്ടാണ് ഞാൻ കോളേജിൽ പോയിരുന്നത്. ഞാൻ ആദ്യമായിട്ട് പോകുന്നത് മാറിവാനിയസ് കോളേജിലാണ്. കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു പോസ്റ്റ് കോളേജാണ്. അവിടെ ഞാൻ ചെന്ന് ഇറങ്ങുന്നത് അച്ഛൻ്റെ പോലീസ് ജീപ്പിലാണ്. അപ്പോൾ അന്ന് ഞാൻ ബെൽബോട്ടം പാൻറ്റും അതൊക്കെ മാറി. ആ സമയത്ത് അതിൻ്റെയൊക്കെ ഫാഷനൊക്കെ മാറി. അപ്പോഴും അച്ഛൻ അങ്ങോട്ട് അയഞ്ഞു തന്നിട്ടില്ല. അത് കഴിഞ്ഞ് ഡിഗ്രി ഞാൻ ഒരു 3 വർഷം ബെസ്റ്റ് ആക്ടറായിരുന്നു, 1 വർഷം യൂണിവേഴ്സിറ്റി ബെസ്റ്റ് ആക്ടറായിരുന്നു. ആ സമയത്തൊക്കെയാണ് പിന്നെ ഞാൻ പതുക്കെ സോപ്പിട്ട് മാറിയത്. അച്ഛൻ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. വളരെ സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ക്യാമ്പിലായിരുന്നു ആദ്യം. ഞാനും ബിജു മേനോനും ഒരു നഴ്സറി മുതൽ 8ാം ക്ലാസ് വരെ ഒരുമിച്ച് കളിച്ചു കൊള്ളുന്ന ആൾക്കാരാണ്. ഒരു പായലുണ്ടിറങ്ങി വരുന്ന ആൾക്കാർ. അപ്പോൾ ഉച്ചയ്ക്ക് അച്ഛൻ ഊണ് കഴിച്ചിട്ട് കിടന്നുറങ്ങുമ്പോൾ ഞങ്ങളൊന്ന് ബഹളം വെച്ചാൽ കളിച്ചോണ്ടിരിക്കുമ്പോൾ അന്ന് 4ാം ക്ലാസ് 5ാം ക്ലാസ് ഒക്കെ അല്ലേ, 10 വെട്ടി അടി. പക്ഷെ സ്നേഹമില്ലാഞ്ഞിട്ടല്ല, ഞാൻ പറഞ്ഞത് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, ഡിസിപ്ലിൻ, ഭയങ്കര ഡിസിപ്ലിനാണ്. അച്ഛൻ എത്ര പടത്തിൽ അഭിനയിച്ചാണ് ഉദ്ദേശം? 600 പടം. 580ഓളം പടമായി. 600 എന്ന് വെച്ചോ. 600 പടം അല്ലാതെ തന്നെ എത്രയോ നാടകം, അല്ലാതെ പിന്നെ സീരിയല്, കഥകളി. അതെ. പിന്നെ ഒരു ഭാഗ്യം കിട്ടിയത് 73ാം വയസ്സിലാണ് അച്ഛൻ തായമ്പക പഠിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ തായമ്പക ഞാനും ചെയ്തു. കുറേ സ്റ്റേജിൽ തായമ്പക ചെയ്യാൻ ഉള്ളൊരു ഭാഗ്യം കിട്ടി. ഈ പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രേമോ അതുപോലത്തെ ഒരു അങ്ങനത്തെ വല്ല ചിന്തകൾ മനുവിന് വന്നിട്ടുണ്ടോ? കോളേജല്ലേ, മിക്സഡ് കോളേജല്ലേ. വേറൊരു കഥ പറയാം. ഞാൻ യൂണിവേഴ്സിറ്റി വിന്നറാവുന്ന
ഒരു കാലഘട്ടത്തിൽ എന്തിനാ നാടകത്തിൽ എന്നെ ഡയറക്റ്റ് ചെയ്തത് ഇപ്പോഴത്തെ സൂപ്പർ ഹിറ്റ് ഡയറക്ടർ രഞ്ജിത്തായിരുന്നു. ഓ ശരി. മനു ഒരു പാട്ട് പാടാൻ പറ്റൂ? പെട്ടെന്ന് പറഞ്ഞാൽ 2 പാട്ട് പാടുമില്ലേ? അതല്ല, പതുക്കെ പറഞ്ഞ ഒരു പാട്ടും പെട്ടെന്ന് പറഞ്ഞ 2 പാട്ടും. ഈ ലൈൻ കിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നമേ ഉള്ളൂ. ഞാൻ ഈ പഠിച്ചു വെക്കാത്ത ഒരു പ്രശ്നമേ ഉള്ളൂ. 4 വരി. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും തീരം, ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. എൻ്റെ വല്യച്ഛനാണ് കേട്ടോ വയലാറ്. ആണല്ലേ? ഞാൻ പറയാൻ വരികയായിരുന്നു കേട്ടോ. കാരണം വേറൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ ഈ വരി എത്ര അർത്ഥവത്താണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്ത ചരണത്തിൽ പാടുന്നുണ്ട്, കൊതി തീരും വരെ ഇവിടെ പ്രേമിച്ചു മരിച്ചവരുണ്ടോ. ഇത് എത്ര അർത്ഥവത്തായിട്ടും എത്ര ദീർഘവീക്ഷണം. അതായത് ഇതിനി ഈ ലോകം അവസാനിക്കുന്നവരെ ഈ വരികൾ ഇവിടെ കിടന്ന് അലയടിക്കും. തീർച്ചയായിട്ടും. അദ്ദേഹത്തിൻ്റെ എങ്ങനെയാണ് റിലേഷൻ? അച്ഛൻ്റെ കസിൻ ബ്രദറാണ്. ഓ ശരി. അപ്പൊ ശരത്ത് എങ്ങനെ വരും? എൻ്റെ ചേട്ടൻ. അപ്പൊ ശരത്തിനൊരു വലിയൊരു ഹായ് പറയുന്നു. കാരണം ഞാനൊരു ഭാഗ്യവാനാണ്. കാരണം ശരത്തിന്റെ കുടുംബത്തിൽ നിന്ന് ഒരു അംഗത്തെ കൂടെ എനിക്ക് എൻ്റെ മുമ്പിലിരുത്തി കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുള്ള ഭാഗ്യം കിട്ടി. ചെണ്ടയും കഥകളിയും അഭ്യസിച്ചിട്ടുണ്ടല്ലേ? അച്ഛനെ പോലെ തന്നെ. കഥകളി ഞാനൊരു 6 മാസം നമ്മുടെ പ്രയാസമല്ലേ ഇത്? നെല്ലിയോട് തിരുവേനിയുടെ അടുത്ത് പ്രയാസമായതുകൊണ്ടല്ലോ നിർത്തിയത്. ഈ കുറച്ച് നാൾ മൃദംഗം പഠിച്ചു. ആരുടെ പാട്ട് പഠിച്ചു. സുബ്ബലക്ഷ്മി അമ്മ പാട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ താരയുടെ അമ്മ പാട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. മൃദംഗം മാവേലിക്കര വേലുക്കുട്ടിനാർ സാറിൻ്റെ അടുത്താണല്ലോ. അന്ന് മറ്റേ തൈക്കാടായിരുന്നു. പിന്നെ കഥകളി നെല്ലിയോട് തിരുമേനിയുടെ അടുത്തായിരുന്നു പഠിച്ചത്. അതും 6 മാസം കഴിഞ്ഞപ്പോൾ അച്ഛന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. പക്ഷെ അന്നും ഈ അഭിനയം എന്നുള്ളത് മനസ്സിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലൊന്നിനും സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റിയില്ല. പശ്ചാത്താപമുണ്ട്. ഇത്രയും നാള് അഭിനയിച്ചതിൽ ഏറ്റവും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു കഥാപാത്രം ഏതാണ്? ഈ നായക കഥാപാത്രമായിട്ട് അഭിനയിച്ച സിനിമയിൽ ഒരു ഭാഗ്യം കിട്ടിയത് എൻ്റെ അച്ഛനായിട്ട് അച്ഛൻ തന്നെയായിരുന്നു. അതിൽ ഞാൻ അവസാനം ജയിലിൽ കിടന്ന് മരിക്കുന്നൊരു സീനുണ്ട്. പോലീസിൻ്റെ ഇടികൊണ്ട് അവസാനം മരിക്കുന്നൊരു സീനുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് സുഖേട്ടൻ അതിന് പ്രതികാരം ചെയ്യാനൊക്കെ ഇതാവുന്നത്. അന്ന് ഇത് ഓടിച്ചെന്നൊരാൾ അച്ഛൻ്റെ അടുത്ത് പറയും, മകൻ ഇങ്ങനെ മരിച്ചു. അച്ഛനന്ന് വാവിട്ട് കരഞ്ഞു എന്നാണ്. ഒരു റിയാലിറ്റി അല്ലേ? അപ്പോൾ പിന്നെല്ലാം ചെയ്തത് എന്താ പറയുക, ഒരു നെഗറ്റീവ് ടച്ചുള്ള സംഭവമായിരുന്നു. പിന്നെ അദ്ദേഹം എന്ന് പറഞ്ഞ സിനിമയിൽ 3 സീനേ ഉള്ളൂ ഞാൻ. അതിൽ ഒരു ലോറി ആക്സിഡൻറ്റിൽ ഞാൻ മരിക്കുകയും അതിനെ സംബന്ധിച്ച് നായിക ഊമയായി പോവുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. നല്ല ക്യാരക്ടറായിരുന്നു. 150 പടം ചെയ്തു. എത്ര വർഷമായി ഇപ്പോഴ്? 35 വർഷമായി. 35 വർഷമായിട്ട് മലയാള സിനിമയിൽ സജീവമായിട്ട് നിൽക്കുക എന്നുള്ളതാണ് അതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം.